ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൽ രണ്ടാമത്തെ ചെറിയൊരു പോയമുണ്ട്, ദ കളേഴ്സ് ഓഫ് എർത്ത്, ഭൂമിയുടെ നിറങ്ങൾ. അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ. ക്വൈറ്റ് ബോറിങ് ഇസ്ൻ്റ് ഇറ്റ്? എന്താ ചെയ്യുന്നത്? ഒരു വേൾഡ് അല്ലെ, ഒരു ലോകം നമ്മൾ ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ആകെപ്പാടെ അവിടെ ഒരേ ഒരു കളറ് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും കൂടി ഒരു കളറ്. മനസ്സിലായല്ലോ? മരങ്ങൾക്ക് ഓക്കെ, നമ്മൾ സപ്പോസ് നമുക്ക് പച്ച കളർ എടുക്കാം. മരങ്ങൾക്ക് പച്ച കളറ്, അതിലുണ്ടാകുന്ന ഫ്രൂട്ട്സിന് പച്ച കളർ, അതിൽ പഴം ഉണ്ടായ പഴത്തിന് പച്ച കളറ്, അതിൽ വന്നിരിക്കുന്ന ബേർഡ്സ് പച്ച കളറ്, സൂര്യൻ പച്ച കളറ്, എന്ത് നമ്മളിടുന്ന ഡ്രസ്സ് പച്ച കളറ്, നമ്മുടെ ഫുഡൊക്കെ പച്ച കളറ്. എങ്ങനെ ഉണ്ടാവുക അവസ്ഥ അല്ലേ? സോ ഇറ്റ്സ് ക്വൈറ്റ് ബോറിങ് അല്ലേ? നമുക്ക് വേറെ വേറെ കളേഴ്സ് വരുമ്പോഴാണ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്താ പറയുന്നത്? ലക്കിലി അവർ വേൾഡ് ഇസ് ഫിൽഡ് വിത്ത് എ റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സും കൾച്ചേഴ്സും അല്ലേ, സംസ്കാരവും കൊണ്ട് നിറഞ്ഞതാണ്. ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. ഇവിടെ ഒരു ചെറിയൊരു സോങ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ വെറൈറ്റി, ഈ ഒരു വൈവിധ്യത്തെ ആഘോഷിക്കുന്ന ചെറിയൊരു പോയമാണ് തന്നിരിക്കുന്നത്. ദ കളേഴ്സ് ഓഫ് എർത്ത് ബൈ സാറ പെർട്ടൽ. എന്താണ്? ഭൂമിയുടെ നിറങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. യെസ്. എന്താണ് ഈ കവിതയിൽ ഓവറോളായിട്ട് കവി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്? അതായത് ഭൂമിയിലെ വൈവിധ്യമാർന്ന നിറങ്ങളെയാണ് കവി അത് എന്തുമായിട്ടാണ് മനുഷ്യരുടെ ചർമ്മം, നമ്മുടെ ശരീരത്തിലെ കളറുമായിട്ട് ഉപമിക്കുന്നു. ശരീരത്തിലെ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ വിവിധ തരത്തിലുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ് അല്ലേ? നമ്മൾ എന്താണ്, കറുത്ത കളറുള്ളവരുണ്ടാവും, വെളുത്ത കളറുള്ളവരുണ്ടാവും, അങ്ങനെ വൈവിധ്യമാർന്ന മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അവരെയൊക്കെ ആ സംസ്കാരങ്ങൾ, വിവിധ ചർമ്മങ്ങളോട് കൂടിയ ആൾക്കാരോടും സംസ്കാരങ്ങളോടും ഒക്കെയാണ് കവി ഇവിടെ ഉപമിക്കുന്നത്. പിന്നെയോ കടൽ, നദി, മരങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെ പലതും ഉണ്ട് അല്ലേ? അതുങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ കളറുകളുണ്ട്, നിറങ്ങളുണ്ട്. അതൊക്കെ മനോഹരവുമാണ്. അതുപോലെയാണ് മനുഷ്യരുടെ നിറവും എന്നാണ് കവി പറയുന്നത്. ആ മനുഷ്യരുടെ നിറം എങ്ങനെയാണ്? വളരെ മനോഹരമാണ്. അതുപോലെ അവയെല്ലാം ഓരോന്നിനും അതിൻ്റെതായ വിലയുണ്ട്, ഓരോന്നും വിലപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളൊരിക്കലും ഒരാളെ നിറത്തിൻ്റെ പേരിൽ വിവേചനം ചെയ്യരുത് എന്നുകൂടിയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഏവരെയും നമ്മൾ തുല്യമായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നുകൂടിയാണ് കവി ഈ കവിതയിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഓരോ കളറും വ്യത്യാസമാണ്. ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ കളറും സത്യമാണ്, സത്യസന്ധമാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. എന്താണ്? എനിക്ക് നിങ്ങൾ ഏത് കളർ കൊണ്ടാണോ ഉണ്ടാക്കിയത് ആ കളറിനെ ഞാൻ സ്നേഹിക്കുന്നത്, എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം എന്താ പറഞ്ഞത്? ഇവിടെ പറയുന്നത് മനസ്സിലായല്ലോ? നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. കളറിൻ്റെ കാര്യത്തിലായിരിക്കാം, നമ്മുടെ സംസ്കാരങ്ങളായിരിക്കാം, നമ്മുടെ സ്വഭാവമായിരിക്കാം, ഓരോന്നും വ്യത്യസ്തമാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ ഏത് കളറിലാണോ ഉണ്ടാക്കിയത് അതിന് ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുള്ളത്, നിങ്ങൾ ഏത് കളറായിക്കോട്ടെ, നിങ്ങൾ ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ടോപ്പാസ്, ഐ ക്യാൻ സീ സ്കൈ. എന്താ പറയുന്നത്? എനിക്ക് ടോപ്പാസ് കാണാൻ കഴിയും. ടോപ്പാസ് ഉദ്ദേശിച്ചത് ഒരു രത്നമാണ് കേട്ടോ, മഞ്ഞ കളറുള്ള രത്നമാണ് ടോപ്പാസ്. പിന്നെ ഐ ക്യാൻ സീ സ്കൈ, എനിക്ക് ആകാശം കാണാൻ കഴിയും. ആകാശത്തിൻ്റെ കളർ നീല ആകാശം കാണാൻ കഴിയും. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ. അല്ലേ? ഇങ്ങനെ ശക്തമായിട്ട് ഒഴുകുന്ന കടലിൻ്റെ കളറ്, ഇടയ്ക്ക് നീല കളർ കാണും, ഇടയ്ക്ക് പച്ച കളറിൽ കാണും, പിന്നെ എന്താണ്, ഇടയ്ക്ക് നല്ല ഗ്രേ കളർ പോലെ കാണും. അങ്ങനെയുള്ള ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കടലിൻ്റെ കളർ എന്തൊക്കെയാണ്? ഗ്രീനായിട്ടും ഗ്രേ ആയിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. ഡാസ്ലിംഗ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ബ്രൗൺ കളറാണ് രാവിലെ. എന്താണ്? സൂര്യൻ്റെ പ്രകാശമായിട്ട് തിളങ്ങുന്ന കളറാണ് രാവിലെ. ആ ഒരു കളറൊക്കെ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലേക്കൂടെ എനിക്ക് കാണാൻ കഴിയുന്നു. പിന്നെയോ വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ചെസ്നട്ട്, ഐ ക്യാൻ സീ കോൺ. എന്താ കാണാൻ പറ്റുന്നത്? എൻ്റെ കൂട്ടുകാരുടെ കൈകളിലൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ചെസ്നട്ടിൻ്റെ കളർ കാണാൻ പറ്റുന്നു. ചെസ്നട്ട് എന്താ? ഒരു തരം ഫ്രൂട്ടാണ് അല്ലേ, ഒരു നട്ടാണ്. ഓക്കെ, ചെസ്നട്ട് എന്ന് പറയുന്നത്. ഇത് അവിടെ ചിത്രത്തിൽ തന്നിട്ട് കണ്ടോ, അതാണ് ചെസ്നട്ട് കേട്ടോ. അതിൻ്റെ കളർ എന്താണ്? ബ്രൗൺ കളറാണ്. ഓക്കെ, ആ ബ്രൗൺ കളറുള്ള ചെസ്നട്ട് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുകാരുടെ കളർ. പിന്നെയോ കൈകളുടെ കളർ. പിന്നെയോ വേറെ എന്തുപോലെ തോന്നുന്നു? കോൺ പോലെ തോന്നുന്നു. കോൺ എന്താണ്? ചോളം.
ചോളത്തിൻ്റെ കളർ പോലെ തോന്നും ചിലപ്പോൾ ചില കൂട്ടുകാരുടെ കൈകൾ. ചോളത്തിൻ്റെ കളർ നല്ല മഞ്ഞ കളറാണ്, അല്ലെ സ്വർണ്ണത്തിൻ്റെ കളർ അല്ലെങ്കിൽ നല്ല മഞ്ഞ കളർ പോലെ തോന്നുന്ന കളറാണ് കോണൻ്റെത്, ചോളത്തിൻ്റെത്. അപ്പോൾ അതുപോലെയാണ് എനിക്ക് ചില കൂട്ടുകാരുടെ കൈകൾ തോന്നുന്നത്. ചിലവരുടെയോ ചെസ്റ്റ്നട്ട് പോലെ നല്ല ബ്രൗൺ ഇരുണ്ട കളറായിട്ടാണ് തോന്നുന്നത്. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് എ ഡാപ്പിൾ ബ്രൗൺ ഫാൺ. എന്താണ്? വീറ്റിൻ്റെ കളർ, ഗോതമ്പിൻ്റെ കളർ സ്വർണ്ണ കളറായിട്ട് തോന്നുന്നു ചിലപ്പോൾ. പിന്നെയോ ഡാപ്പിൾ എന്ന് പറഞ്ഞാൽ പുള്ളികളുള്ള ബ്രൗൺ കളറുള്ള ഒരു മാൻകുട്ടിയെ പോലെ എനിക്ക് തോന്നുന്നു. FAWN ഫാൺ എന്ന് പറഞ്ഞാൽ മാൻകുട്ടിയാണ്, അതുപോലെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. ചിലപ്പോഴോ സൺ കിസ്ഡ്, അതായത് സൂര്യൻ ഉമ്മ വെച്ച മരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യപ്രകാശം തട്ടിയ മനോഹരമായിട്ടുള്ള മരങ്ങൾ. ബ്ലാക്ക് ട്രീസ് എന്ന് പറയുന്നത് ആ സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റ് തട്ടുമ്പോൾ അതിൻ്റെ ഷാഡോസ് നിലത്ത് വീഴും. അങ്ങനെ ആ ഷാഡോസ് ബ്ലാക്ക് കളറിലാണ് അല്ലേ? അത് അങ്ങനെയുള്ള ബ്ലാക്ക് ട്രീസ്, അതിൻ്റെ നിറമായിട്ടൊക്കെ എനിക്ക് എങ്ങനെ തോന്നുന്നു കൂട്ടുകാരുടെ കൈകൾ നിറങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്നോട് പറയൂ ഭൂമിയിലെ കളറുകൾ ഏതൊക്കെയാണ്, നിറങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നോട് പറയൂ. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്. എന്താണ് പേർപ്പിൾ കളർ? എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതനങ്ങയാണ്. വഴുതനങ്ങയുടെ പേർപ്പിൾ കളർ. ദി ഓറഞ്ച് ഓഫ് പീച്ച് പഴങ്ങളുടെ ഓറഞ്ച് കളർ. ദി ഓറഞ്ച് ഓഫ് പീച്ച്. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റിൻ്റെ വഴുതനങ്ങയുടെ പേർപ്പിൾ കളർ. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ബീച്ചിലുള്ള ഏതൊക്കെ കളറാണ്? ഗ്രീൻ, ചില പായലുകളൊക്കെ പിടിച്ച് പച്ച കളറിൽ കിടക്കുന്ന കല്ലുകളുണ്ടാകും, അല്ലെങ്കിൽ ബ്ലാക്ക് കറുത്ത കല്ലുകളുണ്ടാകും, അതിൻ്റെയൊക്കെ കളർ, ബീച്ചിലുള്ള കല്ലുകളുടെ കളർ. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. മൗണ്ടെയിൻ്റെ മുകളിലുള്ള സൂര്യൻ്റെ കളർ. രാവിലെ എങ്ങനെയാണ് ഉണ്ടാവുക? ഉദിച്ചു വരുമ്പോൾ സൂര്യൻ്റെ കളർ. അങ്ങനെ വിവിധ തരത്തിലുള്ള കളറുണ്ട് ഈ ഭൂമിയിൽ. ആ കളറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണ്? മനുഷ്യരുടെ വിവിധ കളർ നമ്മുടെ ശരീരത്തിൻ്റെ കളറാവാം, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവമാവാം. സോ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ വേർതിരിക്കാൻ പാടില്ല എന്നാണ് കവി പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ പയം വളരെ ചെറിയൊരു പയമാണ്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് കളർ കൊണ്ടാണ്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദി എർത്ത്. നമ്മൾ ഭൂമിയുടെ കളർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എവരി കളർ ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓരോ കളറും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ മനോഹരവുമാണ്. വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? സ്പീക്കറിന്, അതായത് ഈ കവിക്ക് അവരുടെ കൂട്ടുകാരുടെ കണ്ണുകളിൽ ഏതൊക്കെ കളറാണ് കാണാൻ കഴിയുക? ദ സ്പീക്കർ ക്യാൻ സീ ടോപ്പാസ്, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ ആൻഡ് ഡാസ്ലിംഗ് ബ്രൗൺ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. ഈ കളേഴ്സൊക്കെയാണ് സ്പീക്കറിന് കാണാൻ കഴിയുക. ഏതൊക്കെയാണ്? ടോപ്പാസ്, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ ആൻഡ് ഡാസ്ലിംഗ് ബ്രൗൺ ഇൻ ദി ഐസ് ഓഫ് ദ ഫ്രണ്ട്സ്. ഓക്കെ, ഇതൊക്കെയാണ് കാണാൻ കഴിയുന്ന കളറുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് നാച്ചുറൽ തിങ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദി സോങ്? എന്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നാച്ചുറൽ തിങ് ആണ്, സാധനങ്ങളാണ് കവി ഈ കവിതയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ്? ദ സ്പീക്കർ മെൻഷൻസ് ദ സ്കൈ, ആകാശത്തെക്കുറിച്ച് പറയുന്നു. സീ, കടലിനെ കുറിച്ച് പറയുന്നു. റിവർ, പുഴ. ചെസ്റ്റ്നട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കോണിനെ കുറിച്ച് പറയുന്നു. വീറ്റ്, ഫോൺ, ട്രീസ്, എഗ് പ്ലാന്റ്, പീച്ച്, ബീച്ച് സ്റ്റോൺസ്, മൗണ്ടെയിൻസ് ആൻഡ് സൺ. ഇങ്ങനെയുള്ള നാച്ചുറൽ തിങ്സിനെ കുറിച്ചൊക്കെ കവി ഈ കവിതയിൽ പറയുന്നുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈയിങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ? മനുഷ്യരുടെയും പ്രകൃതിയുടെയും ബന്ധത്തെക്കുറിച്ച് എന്താണ് ഇവിടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട്? എന്താണ്? ദ സ്പീക്കർ കൺവേസ് ദാറ്റ് ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ആർ ക്ലോസ്ലി കണക്റ്റഡ്. എന്താണ്? മനുഷ്യനും പ്രകൃതിയും ക്ലോസ്ലി കണക്റ്റഡ് ആണ്, അല്ലേ? ഒരുപാട് അവർ തമ്മിൽ ബന്ധങ്ങളുണ്ട്, അവർ കണക്റ്റഡ് ആണ്. ജസ്റ്റ് ആസ് നേച്ചർ ഹാസ് മെനി ബ്യൂട്ടിഫുൾ കളേഴ്സ്. എങ്ങനെയാണ്? നേച്ചറിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള നിറങ്ങളുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് എവറി കളർ ഈസ് ഈക്വലി ബ്യൂട്ടിഫുൾ. മനുഷ്യരിലും വ്യത്യസ്ത നിറങ്ങളുണ്ട്, അവരൊക്കെ എങ്ങനെയാണ്? പക്ഷേ ആ കളറുകളൊക്കെ എങ്ങനെയാണ്? ഈക്വലി, ഒരുപോലെ മനോഹരങ്ങളാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? ബീച്ചിൽ എന്ത് കളറാണ് സ്പീക്കർ കാണുന്നത്? ദ സ്പീക്കർ സീസ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഓൺ ദ സ്റ്റോൺസ് അറ്റ് ദ ബീച്ച്. കറുപ്പ് നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച കളറുള്ള കല്ലുകളാണ് ബീച്ചിൽ കാണുന്നത്. വാട്ട് തിങ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സോങ് അട്രാക്ട് യു ദ മോസ്റ്റ്? വൈ? നിങ്ങളെ ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് എന്താണ്? ഐ ലൈക്ക് ദ കളർഫുൾ സ്കൈ. എനിക്ക് കളർഫുൾ ആയിട്ടുള്ള സ്കൈ ഇഷ്ടമാണ്. ദ സീ, കടൽ ഇഷ്ടമാണ്. ദ മൗണ്ടെയിൻസ്, പർവ്വതങ്ങൾ ഇഷ്ടമാണ്. ആൻഡ് ദ ഷൈനിങ് റിവർ, തിളങ്ങുന്ന പുഴയും ഇഷ്ടമാണ്. ദ മോസ്റ്റ് ബിക്കോസ് ദ ഷോ ദ ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ മനോഹാരിതയും പിന്നെ
ഡൈവേഴ്സിറ്റി, വൈവിധ്യമൊക്കെ കാണിച്ചു തരുന്നത് ഇവരൊക്കെയാണ്. ഈ ഒരു നേച്ചുറൽ തിങ്സാണ് കാണിച്ചു തരുന്നത്. സോ എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു പദ്യമാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്